ഗുഡ് മോർണിംഗ്. നൊമാഡിക് നോട്ട്സിന്റെ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ ഗുവാഹട്ടി എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ്. ആദ്യമായി നമ്മൾ ഉമാനന്ദ മന്ദിർ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം ഇവിടുന്ന് നമ്മളൊരു സൈക്കിൾ റിക്ഷ എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് പോവാണ്. 1.5 കിലോമീറ്ററാണ് ഞങ്ങൾ താമസിക്കുന്നതിനടുത്ത്. ഈ സൈക്കിൾ റിക്ഷ ഉണ്ടോ? ഇതൊന്നുമില്ല, മോട്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ചവിട്ടുന്നില്ല. സാധാരണ അധികം സൈക്കിൾ റിക്ഷ മനുഷ്യരുടെ ഒരു ചവിട്ടൽ കണ്ടിട്ട് നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ഇതായിരിക്കും. പക്ഷേ ഇതൊക്കെ മോട്ടർ വെച്ചിട്ടില്ല. ഇവിടെയൊക്കെ സൈക്കിൾ റിക്ഷ ഇതാ अधिകം मोटर ऑपरेटेड है. इसका कौन सा इंजन लगाता है भाई? मोटर लगाता है. अच्छा, इसलिए तकलीफ नहीं है. तकलीफ इसमें मोटर में क्या डालता है? पेट्रोल. अच्छा अच्छा. ഓഹോ, ഇത് അപ്പം ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ പോക്ക്. ഓ केरला केरला. हाँ, हम नागालैंड जाके है. कोहिमा जाके है. ഉമാനന്ദയിലേക്ക് നമ്മൾ ബോട്ടിലാണ് പോകേണ്ടത്. ഈ ബ്രഹ്മപുത്ര നദിയെ ചുറ്റപ്പെട്ടിട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അതിന് നമ്മൾ റിവർ ക്രൂയിസിന് വേണ്ടിയിട്ട് അതിൻ്റെ എൻഡിലേക്ക് നമ്മൾ ആ സൈക്കിൾ റിക്ഷയിൽ നമ്മൾ പോയിട്ടുണ്ട്. അതിലെ ബ്രഹ്മപുത്ര നദി അതിലെ കുറേ ബോട്ടുകളൊക്കെ കാണാൻ ഭയങ്കര വിശേഷമായിട്ടുള്ള സംഭവമാണല്ലോ. നമ്മൾ കേട്ടിട്ടില്ല ഇതിനെ പറ്റി. ഉമാനന്ദ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ബോട്ട് പിടിച്ചിട്ട് പോകണം എന്നാണ് പറയുന്നത്. ചെന്ന് നോക്കട്ടെ. ഇതിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. ജൽപോരി എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. കാശിരംഗ ടൂർ, അരുണാചൽ ടൂർ പറ്റിയൊക്കെ കാണുന്നുണ്ട്. ഓൾ ടൈപ്സ് ഓഫ് കാർസ് അവൈലബിൾ. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ. ഇതിന് ജോൽപുരി എന്നാണ് പറയുന്നത് ബോട്ടിങ്. അപ്പോൾ ഇതിന് 200 രൂപയാണ്. ഒരു പ്രൈവറ്റ് ഫേം നടത്തുന്നതാണ്. സർക്കാർ ബോട്ട് സർവീസുകളും ഉണ്ട്. അതിൽ എവിടെയൊക്കെ ബോട്ടുകൾ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ സർക്കാർ ബോട്ട് സർവീസിന് 40 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഇങ്ങനെ ഫ്രീക്വൻസി ഇല്ല. ഇതിപ്പോൾ നമ്മൾ 1 മണിക്കൂറോളം അവിടെ കണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഇപ്പോൾ 200 റുപ്പീസാണ് ഒരാൾക്ക്. ബ്രഹ്മപുത്ര നദീൻ്റെ നടുവിലാണ് ഈ കിടക്കുന്ന നമ്മുടെ ഉമാനന്ദ ടെമ്പിൾ ഉള്ളത്. നമ്മളെ ബോട്ടാണ് നിൽക്കുന്നത്. MV ജോൽപരി. കുറേ ബോട്ടുകൾ ഉണ്ട് ഇവിടെ. MV ജോൽപരി ഇതിൽ നമ്മളെ ബോട്ട് പ്രൈവറ്റ് ബോട്ടാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് മറ്റേതിനെ അപേക്ഷിച്ച്. അത് 40-80 രൂപക്ക് കഴിയാവുന്നത് ഞങ്ങൾ 400 രൂപക്ക് ഒപ്പിച്ചു. കുഴപ്പമില്ല. പക്ഷേ ഇതിന് ടൈമുണ്ട്. നമുക്ക് 1 മണിക്കൂർ കാഴ്ച കണ്ടിട്ട് മടങ്ങും. മറ്റേത് വരുന്ന സമയത്ത് ഫ്രീക്വൻസി കുറവാണ് എന്നാണ് അവർ പറഞ്ഞത്. നമുക്കറിയില്ല. നിങ്ങൾക്ക് വരുന്നവർക്ക് അന്വേഷിക്കാവുന്നതേ. നമ്മളങ്ങനെ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഉള്ളുന്നൊരു വഴിയുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. നോക്കട്ടെ ഇങ്ങോട്ടേക്കാണ്. കുറേ ബോട്ടുകളുണ്ടല്ലോ ഇവിടെ. ഇഷ്ടം പോലെ ബോട്ടുകളുണ്ട്. എവിടെയാണ് ഉള്ളിൽ മേലോട്ടേക്ക് കയറേണ്ട വഴി? ഡക്കിലേക്ക് കയറണം. പിന്നെ നോക്കട്ടെ. ഇതാണ് MV ജോൽപരി. ഇതിൽ കൂടെ കയറണം. മിസാ ഇങ്ങനെ ഉണ്ടാ? അടിപൊളിയാണല്ലോ. ഹോള് പരിപാടിയൊക്കെ ആണല്ലോ. ഓഹോ ഹോ ഹോ. ഇതിൻ്റെ അകത്ത് ഈ 200 രൂപക്ക് നമ്മളെ ഇത് കൊച്ചിയിലൊക്കെ ഇപ്പം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ക്രൂയിസ് ബോട്ട്, ബോക്സും മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും. എന്നാലും സംഭവം സെറ്റപ്പാ അല്ലേ? ഇവിടുന്ന് നമ്മൾ നേരെ ബ്രഹ്മപുത്ര നദിയിലേക്ക് നമ്മൾ കണ്ണു തുറക്കുകയാണ്. ബ്രഹ്മപുത്ര റിവറിന്റെ ഇത് നോക്കിയാൽ ഫുൾ മലനിരകളാണ്. മലനിരകൾ. അതെ അതെ അതെ. പിന്നെ അപ്പുറം ഒരു എന്തൊക്കെ ഷിപ്പിന്റെ ആയിട്ട് ബന്ധപ്പെട്ടാ തോന്നുന്നു. ഇവിടെ കടലാക്കാൻ ചാൻസ് ഉണ്ട്. ഫുള്ളായിട്ട് മലനിരകളാ അല്ലേ? മലേന്റെ നടുവിലാണ്. മനോഹരം. ചുറ്റും മലകൾ,
അതിന്റെ താഴെ എന്തോ ഇത് എടുക്കുന്നുണ്ട്, ആയക്കടൽ പോലെ പരിപാടി എടുക്കുന്നുണ്ട്. എന്തെല്ലോ ഡെവലപ്മെന്റ് വരാൻ ചാൻസ്, അവിടെ ബ്രിഡ്ജ് വരാനും ചാൻസ് ഉണ്ട്. അത് ശരിയാ, അവിടെ ഒരു ബ്രിഡ്ജിന്റെ നിർമ്മാണം കാണുന്നുണ്ട്. ഇനി നമുക്ക് മേലോട്ട് കയറണം. അടിപൊളി. നമ്മളെ ടൈറ്റാനിക് പോയിന്റ് കേട്ടാ ടൈറ്റാനിക്കിന്റെ പൊസിഷൻ ഇതാ. പിന്നെ ബോട്ട് സർവീസ് ഉണ്ട്. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സർക്കാരിന് കൊച്ചിയിലെ പോലെ തന്നെയാണ്, സർക്കാരിൻ്റെത് പൈസ കുറവും, പിന്നെ പ്രൈവറ്റിൻ്റെ ഇത് പൈസ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ കൊച്ചിയിൽ പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രൈവറ്റ് ആൾക്കാരാണ് നമ്മളെ തേടി പിടിക്കുക. സർക്കാരിൻ്റെ ആൾക്കാർ ഇങ്ങനെ ഇതേപോലെ തേടി പിടിക്കില്ല. നമ്മൾ പിന്നെയാണ് അറിയാം സർക്കാർ ബോട്ട് സർവീസിന് പൈസ കുറവാണ്. അപ്പോൾ നമ്മൾ 200 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തത്. പിന്നീട് അറിഞ്ഞത് സർക്കാരിൻ്റെ ഇതിന് 40 രൂപ മാത്രമേ ഉള്ളൂ. ഇത് അപ്പ് ആൻഡ് ഡൗൺ ഒരാൾക്ക് 200 സർക്കാരിൻ്റെ ആകുമ്പോൾ 80 രൂപയാവും അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ വരുമ്പോൾ, എവിടെ പോയാലും ഇതേപോലത്തെ പ്രൈവറ്റ് ബോട്ട് സർവീസ് മാത്രമല്ല സർക്കാരിൻ്റെ ബോട്ട് സർവീസും കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം, എവിടെ പോയാലും ബോട്ട് സർവീസിൻ്റെ കാര്യത്തിൽ ഈ കാര്യം ശ്രദ്ധിക്കണം. പ്രൈവറ്റിന് പൈസ കൂടുതലും സർക്കാരിന് പൈസ കുറവായിരിക്കും. മേലോട്ട് അയ്യോ ഇപ്പം മുഴുവനും താഴെ നോക്കാണ്ട് സ്റ്റെപ്പ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഗ്യാപ്പ് കുറവാണ്. അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പറല്ലേ, നല്ല കാഴ്ച അല്ലേ. ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന് സെറ്റായി ഇരുന്ന് തുടങ്ങി. വിചാരിച്ച ആൾക്കാരൊന്നും താഴെയൊന്നും കാണാനിട്ട് ആരുമില്ല എന്ന്. നല്ല കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്, പാട്ടും സെറ്റപ്പിനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. നല്ല കുറേ ആൾക്കാരുണ്ട്. ഞാൻ വിചാരിച്ചു ഞങ്ങൾ മാത്രമാണ് 40 രൂപക്ക് പകരം 400 കൊടുത്ത് വഞ്ചിതരായതെന്ന് വിചാരിച്ചു. അതല്ല, ഇഷ്ടംപോലെ ആൾക്കാർ. അപ്പോൾ ഇത് അതിൻ്റേതായിട്ടുള്ള കംഫർട്ട് ഉണ്ടാവുമായിരിക്കും. സർക്കാരി ബോട്ടിനേക്കാൾ കംഫർട്ട് ഇതിന് ഉണ്ടായിരിക്കും. കുറേ ക്രൂയിസ് ബോട്ടുകൾ കാണാം നമുക്ക് ദൂരോട്ട്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. ഉമാനന്ദ ടെമ്പിൾ കാണാനുള്ള യാത്ര. ഉമാനന്ദ ടെമ്പിളിനെ പറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളാണ്. ഈ ക്ഷേത്രം ഉമാ ആൻഡ് ആനന്ദ എന്നാണ് ഇതിന്റെ പേര്. ഉമ എന്ന് പറഞ്ഞാൽ സതീദേവി അല്ലെങ്കിൽ പാർവതി. അപ്പം ആനന്ദ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്. അപ്പോൾ ശിവൻ ഉമ്മയ്ക്ക്, അതായത് സതീദേവിക്ക് പാർവതിക്ക് ഒരു ഹാപ്പി ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട്, ക്വാളിറ്റി ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇതായ ഒരു സ്ഥലമാണിത് ഉമാനന്ദ എന്ന് പറയുന്നത്. പാർവതിയുടെ പിതാവായിട്ടുള്ള ദക്ഷരാജന് ശിവനെ കല്യാണം കഴിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ശിവനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തിരുന്നിട്ട് കൂടി പിന്നെ പാർവതി അത് ഡിസൊബേ ചെയ്തിട്ട് പാർവതിയെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ പാർവതിയെ കല്യാണം കഴിച്ചപ്പോൾ ഒത്തിരി തവണ മൂപ്പര് പാർവതി ശിവനോടൊപ്പം തന്നെ ദക്ഷരാജനെ കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ശിവനെ അഗ്രി ചെയ്തില്ല. അങ്ങനെ പിന്നെ ദക്ഷിണ ഒരു യാഗം സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ട് അതിൽ വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്ര എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് കേട്ടപ്പോൾ എന്ത് ചെയ്തു, ശിവനെ അവിടെ പോകാൻ വേണ്ടിയിട്ട് പെർസ്യൂ ചെയ്തപ്പോൾ ശിവൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്നിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ദക്ഷരാജ് എന്ന് പറഞ്ഞാൽ അസുര കിങ് ആണ്. ശിവനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുകയും ചെയ്തു. അതിൽ മനംനൊന്നിട്ട് പാർവതി അവിടുത്തെ യാഗാഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അതോടുകൂടി ശിവൻ കോപിഷ്ഠനാവുകയും ദക്ഷിണ കൊല്ലാൻ വേണ്ടിയിട്ട് 2 അസുരന്മാരെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രുദ്രകാളി, ഭദ്രകാളി, അങ്ങനെ അതാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിന് അതോടുകൂടി ദക്ഷന്റെ തലയറുത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ പിന്നെ ശിവൻ വളരെ കോപിഷ്ഠനായി ലോകം തന്നെ ഒരു സ്തംഭനാവസ്ഥയിലെത്തി. അപ്പം ലോർഡ് വിഷ്ണു അങ്ങനെ പെർസ്യൂ ചെയ്തിട്ട് ഒപ്പര തണുപ്പിക്കുകയാണ്. തണുപ്പിച്ച് പണ്ടത്തെ സ്പെൻഡ് ചെയ്ത ക്വാളിറ്റി ടൈംസിനെ പറ്റി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ
ശിവൻ ഒരു നോർമൽസിയിലേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ ഇതിലെ കഥക്ക് കുറേ ലെയേഴ്സ് ഉണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ആക്ച്വലി ഇത്രയും കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും ആലോചിക്കാറില്ലായിരുന്നു. ബട്ട് ഇറ്റ്സ് ഗുഡ് ടു ഹിയർ സച്ച് സ്റ്റോറീസ്. ഓ, നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഒരു നല്ല മുഴുവനായിട്ട് മലകളാൽ ചുറ്റപ്പെട്ട് ബ്രഹ്മപുത്ര നദി അതിൻ്റെ നടുവിൽ കിടക്കുന്ന ഒരു ഹില്ലോക്ക് പ്ലേസ് ആണ്. അടിപൊളിയല്ലേ? അടിപൊളി. ചെറിയ കുട്ടി ടൈറ്റാനിക് സ്റ്റൈലിലാണ്. ഇവിടെ ഇങ്ങനത്തെ കുറേ ഐലൻഡ്സ് ഉണ്ട് എന്നല്ല കേട്ടോ പറയുന്നുണ്ട്. ചെറിയ ചെറിയ ഐലൻഡ്സ് അവിടെയൊക്കെ കാണാം. ഇത് എത്താൻ പോകുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരു ഭയങ്കര ശബ്ദമാണ്. പീ 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 എന്നിങ്ങനെ ശബ്ദം എടുക്കണം. അടിപൊളിയല്ലേ? മൊത്തം ഒരു ഐലൻഡ്, അതിൻ്റെ നടുവിൽ ഒരു മല, അതിൻ്റെ മേലെ കിടക്കുന്നതാണ് ഉമാനന്ദ മന്ദിർ. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ ഈ കാമാഖ്യ ടെമ്പിൾ കണ്ടുവരുന്ന ഒരാൾ ഇവിടെ ഉമാനന്ദയും കൂടി കണ്ടാൽ മാത്രമേ അതിൻ്റെ ഒരു പൂർത്തീകരണം വരൂ എന്നാണ് വിശ്വാസം. എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ മെല്ലെ വഴിയെ നോക്കി മനസ്സിലാക്കിയിട്ട് പറയാം കേട്ടോ. നിറയെ ബോട്ടുകൾ വന്ന് കിടപ്പുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ പ്രൈവറ്റ് ബോട്ടുകളുണ്ട്, സർക്കാർ ബോട്ടുകളുണ്ട്. സർക്കാർ ബോട്ടുകൾക്ക് അതിൻ്റെ സമയത്തിനനുസരിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളത് അറിയില്ല, അതിനെ അന്വേഷിക്കാൻ നിന്നില്ല. അപ്പോൾ വരുന്നവർ അനാവശ്യമായിട്ടുള്ള പൈസ ചിലവ് ഒഴിവാക്കുക, ചെറിയ ചെറിയ പാഠങ്ങൾ പഠിക്കുക. 40 രൂപക്ക് നമുക്കിവിടേക്ക് എത്താം, 200 രൂപക്ക് എത്താം. നമ്മൾ 200 രൂപക്ക് എത്തി. തോണികളും എല്ലാം മെക്കനൈസ്ഡ് ആണ്, എല്ലാം മെഷീനിൽ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ അടുത്തും നല്ലൊരു ക്ലോസ് വ്യൂ കിട്ടിയില്ല നമുക്ക്, അടിപൊളിയല്ലേ? ഇവിടെയാണ് നമ്മൾ കൊണ്ടുപോയി എടുപ്പിക്കാൻ പോകുന്നത്. ഇതിലോട്ട് തൊട്ടാണ് അടുപ്പിക്കുക. എങ്ങനെയാണ് ഇത് അടുപ്പിക്കുന്നത്? താഴോട്ടേക്ക് ഇറങ്ങലായിരിക്കും. ആൾക്കാരൊക്കെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇങ്ങനെ കയറ് ചാടി കൊടുക്കുന്നു, ഇതിനെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നു, എന്നിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ പരിപാടി ഗംഭീരം. എടുക്കട്ടെ എടുക്കട്ടെ എടുക്കട്ടെ, ഞങ്ങളങ്ങനെ ഇറങ്ങാൻ നോക്കട്ടെ. സൂപ്പർ. നമ്മളിവിടെ എങ്ങനെയാണ് ഇറങ്ങുന്നത്? എന്നോട് പെട്ടെന്ന് ഇറങ്ങല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓ ഇങ്ങനെ കയറി പോണം അമ്പലത്തിലേക്ക്. ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കയറി പോകണം കേട്ടോ, മലയിലേക്ക് കയറി പോകണം. ഓ, നിറയെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ നമുക്ക് നാരിയൽ പാനി വേണമെങ്കിലുണ്ട്. എല്ലാ ക്ഷേത്രത്തിനും ചുറ്റുവട്ടും എന്തെങ്കിലും ബിസിനസ്സുകൾ ഉണ്ടല്ലോ, നല്ല ബിസിനസ്. പടികൾ ഉണ്ടല്ലോ കുറച്ച് കയറാൻ വേണ്ടിട്ട്. ഇല്ല, കുത്തനുള്ള വഴി കയറാണ്ട് കുറച്ചുകൂടി ഈസിയുള്ള ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പത്തെ. വിചിത്ര വേഷധാരികളായിട്ടുള്ള സന്യാസിമാരെയൊക്കെ നമുക്ക് കാണാം ഇവിടെ. മുമ്പ് ഇവിടെ ഒരു ഹനുമാൻ ടെമ്പിൾ ഉണ്ട് നമുക്ക്. ശ്രീ ശ്രീ ഹനുമാൻ മന്ദിർ.
ശിവനും ഹനുമാനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നമുക്ക് മനസ്സിലായില്ല. എന്തായാലും ഒരു ഹനുമാൻ മന്ദിരം ഇവിടെ ഉണ്ട്. കയറ്റം തന്നെയാണ്, വലിയൊരു കയറ്റം എന്നൊന്നും പറയാനില്ല. നല്ല മനോഹരമായിട്ടുള്ള വെള്ള പെയിന്റൊക്കെ അടിച്ച് വൃത്തിയായിട്ടുള്ള ഒരു ക്ഷേത്രം. എല്ലായിടത്തിലും ക്ഷേത്രങ്ങളിലും അതിലൊക്കെ പൈസയാണ് ഇമ്പോർട്ടൻ്റ്. ഭഗവാന് പൈസ ഒന്നും വേണ്ടെങ്കിലും നടത്തിപ്പുകാർക്കൊക്കെ പൈസ വേണം. ആ ഫോട്ടോ എടുക്കരുതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ എടുക്കുന്നില്ല. ശരിയാ അതേ പിക്ചറാണ് നമ്മള്. അതെ, ഇവിടെ കുറേ പണ്ഡിറ്റുമാരൊക്കെ കാണുന്നുണ്ട്. അവരുടെ അടുത്ത് ഞങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്തൊക്കെയാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇവിടെ വരുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ്. बाबा को दर्शन करना चाहिए। जैसे आपको जनाना को किसने खोजने जाएगा तो पहले आपको खोजने पड़ेगा। ഇവിടെയൊക്കെ പ്രാർത്ഥന കാര്യങ്ങളുണ്ട്. അതെയോ, പ്രവേശിക്കാൻ വലിയ ലൈനാണ്. ടെമ്പിളിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വലിയ ലൈനാണ്. അതുകൊണ്ട് തന്നെ ആ ലൈനിൽ നമ്മളിപ്പം വെയിറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു കേബിൾ കാറിൻ്റെ ഒരു സിസ്റ്റവും കൂടിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ റോപ്പ് വേ കൂടെ അതിക്ക് പുറകെ പോകാം. നമ്മളിപ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തില്ലേ, അവർ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് എടുക്കില്ല. അത് കുറിച്ച് അറിയില്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഏത് സ്ഥലത്ത് പോയാലും ഭൂമിശാസ്ത്രപരമായി അറിഞ്ഞിട്ടാട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഭൂമിശാസ്ത്രം അറിയാത്ത നമ്മൾ വരുന്നത് കാരണം കേബിൾ കാർ കൂടി ഉണ്ട് നമുക്ക് അറിയാമോ. അല്ല, അത് പറഞ്ഞില്ല പറഞ്ഞു. അപ്പോൾ നമ്മളിത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും. ഇത് കേബിൾ കാറിൻ്റെ ഒന്ന് ചോദിച്ചു നോക്കാം അല്ലേ, എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ പിന്നെ ഇവിടത്തേക്കൊന്നും വരൂല. അതെ, നമ്മൾ റോപ്പ് വേൻ്റെ കാര്യം അന്വേഷിച്ച്. റോപ്പ് വേ ഉണ്ട്, പക്ഷേ റോപ്പ് വേക്ക് റോപ്പ് വേയിൽ വന്നാൽ നമ്മൾ റോപ്പ് വേയിൽ തന്നെ പോകണം. അതിന് ഹൈക്കോർട്ടിൻ്റെ അടുത്തായിട്ടാണ് അവിടുന്ന് നമ്മൾ ഇറങ്ങേണ്ടതും കയറേണ്ടതും. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ബോട്ടിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ ബോട്ടിൽ തന്നെ തിരിച്ചു പോകണം. അപ്പോൾ ഉമാനന്ദ ടെമ്പിളിൻ്റെ ദർശനം കഴിഞ്ഞു. അകത്ത് നമ്മൾ ക്യാമറ എടുത്ത് പോകുന്നില്ല, അത് വേണ്ട. ഇതിൻ്റെ തൊട്ടടുത്തതിനുള്ള മറ്റൊരു ക്ഷേത്രമാണ് തോഹർ ഗൗരി ടെമ്പിൾ. തോഹർ ഗൗരി ഉണ്ടല്ലേ. സ്വാമിജി ബൈ ബൈ. നമ്മൾ ഇങ്ങോട്ട് വന്ന അതേ ബോട്ടിലല്ല നമ്മൾ തിരിച്ചു പോകുന്നത്. ഇപ്പം കണ്ടില്ലേ, മൊത്തം മാറിയത് വലിയൊരു ഇതൊക്കെ വിശാലമായിരുന്നു. മറ്റേതൊരു കുഞ്ഞു സ്പേസ് ആയിരുന്നു. അപ്പം വേറെ ബോട്ടിനാണ് വരുന്നതും പോകുന്നതും വേറെ ബോട്ടാണ്. രണ്ട് ഡയറക്ഷൻ ഉണ്ട്, പിന്നെ ഒമാനന്ദ. അത്രയാണ്. ഏത് ബോട്ടിലും തിരിച്ചു പോകുമ്പോൾ നമുക്ക് കയറാൻ പറ്റും. ഇതിൻ്റെ ഒരു ലുക്കൊക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടുന്ന് വലിയൊരു വിശാലമായ ഇത്രയും ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ. അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്ക് നിറയെ സീറ്റുകളുള്ള കുറച്ചുകൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സീറ്റ്സും. ഇത് സംഭവം അടിപൊളിയാണല്ലോ. മുകളിലല്ല, അലവിടല്ല. അടിപൊളി, നല്ല രസമാണ്. കാലി സീറ്റുകളും ഒക്കെ ഇഷ്ടംപോലെ. പക്ഷേ മേലെ ഇല്ല ഇതിന്. നമ്മൾ ഈ ബേസ് ഫ്ലോറിൽ തന്നെ ഇരിക്കണം. അങ്ങനെ നമ്മുടെ ഉമാനന്ദ ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞു. വേറൊരു ബോട്ടിൽ നമ്മളിവിടെ എത്തി. നല്ല തിരക്കാണ് ഇറങ്ങുന്നിടത്തിൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി അനുഭവമായിരുന്നു. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ അറിയില്ല. നമ്മളെ പഴയ മിത്തുകൾ, കഥകൾ, ചരിത്രങ്ങൾ, ദൈവങ്ങൾ, ദൈവവിശ്വാസങ്ങൾ, അതിൻ്റെ കഥകളൊന്നും നമ്മളധികം അറിയില്ല. ഫെറി സർവീസ് ടു ഉമാനന്ദ മന്ദിർ, ഇന്ത്യൻ വാട്ടർ ട്രാൻസ്പോർട്ട്, ആസാം. ഇത് പ്രൈവറ്റ് ബോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ.
ഉമാനന്ദ ടെമ്പിളിന് ശേഷം ഞങ്ങൾ ഒരു വാർ മെമ്മോറിയൽ, കാർഗിൽ വാർ മെമ്മോറിയൽ ആണെന്ന് പറഞ്ഞ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, 1.2 കിലോമീറ്റർ ആണ്. നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അവിടുത്തെ വരെ ഒന്ന് പോയി നോക്കുകയാണ് എന്തൊക്കെയാണുള്ളത് നോക്കാം. അതിനുശേഷം കാമാഖി ടെമ്പിളിലേക്കും ഭൂപൻ ഹസാരിക മെമ്മോറിയലിലേക്കും പോകാനായിരിക്കും. ഇതൊക്കെ വളരെ അടുത്തടുത്ത് 3 കിലോമീറ്റർ 5 കിലോമീറ്ററിൻ്റെ ഒക്കെ റേഞ്ചിലാണ്. ആദ്യം നമ്മൾ ഈ വാർ മെമ്മോറിയൽ എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെയൊക്കെ എന്താണ് മഹാപ്രഭു ശ്രീ ജനാർദ്ദൻ ദേവാലയം, കുറേ ക്ഷേത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാം. കുറേ ക്ഷേത്രങ്ങൾ